കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കൽ കാർ കത്തി ഒരാൾ മരിച്ചു. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ ശേഷം കത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിജോ, എപ്പോൾ എങ്ങനെയാണ് അപകടമുണ്ടായത്? ആരാണ് മരിച്ചത്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ? സ്നേഹ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടെ ഈ അപകടം നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. കാരണം നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന അത്തരത്തിലാണ്. ഏകദേശം 4 മണിയാകുന്ന ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ആ സ്ഥലത്തേക്ക് വരികയും ആ സമയത്താണ് ഒരു കാർ കത്തുന്നത്. അതായത് പ്രധാന പാതയിൽ നിന്നും കുറച്ച് താഴേക്ക് വീണുകൊണ്ട് കാർ കത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അവർ കണ്ടത്. ഉടൻ തന്നെ അവിടെ അത് വെള്ളമൊക്കെ ഒഴിച്ച് നനയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ അതിന് സാധിച്ചിരുന്നില്ല. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ചെയ്തത്. ഈ സംഭവം നടന്നിരിക്കുന്നത് കൊല്ലം അഞ്ചൽ ഒഴുക്കുപാറയ്ക്കലിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. തുടർന്ന് രാവിലെയോടുകൂടെയാണ് പോലീസ് ഉൾപ്പെടെ എത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചത്. ആ സമയമാകുമ്പോഴേക്ക്, അതായത് ഈ തീ പൂർണ്ണമായും അണയ്ക്കുന്ന സമയത്ത് തന്നെ ആ കാറിലുണ്ടായിരുന്ന ആൾ പൂർണ്ണമായും കത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഒരാളായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ആരായിരുന്നു ഉണ്ടായിരുന്നത്, അത് പുരുഷനാണോ സ്ത്രീയാണോ, മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇനി വിശദമായ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അപകടം എങ്ങനെയാണ് ഉണ്ടായത്, ഇയാൾ എവിടേക്കാണ് പോയെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പോലീസിന് തന്നെ കൃത്യമായൊരു വിവരങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഫോറൻസിക്സ് പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടായിരിക്കും ഈ മരിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക.